പൂരങ്ങളുടെ നാടായ തൃശ്ശൂരിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ തലപ്പൊക്കം ആർക്കായിരിക്കുമെന്ന വമ്പൻ പോര് നടക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെയും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലെയും കണക്ക് നോക്കിയാലോ? നോക്കാം. അതിന് നമ്മുടെ റോഷ്നി രാജൻ തയ്യാറാണ്. യെസ് മാധു, വിനീത, ഷിഹാസ്, നമുക്കറിയാമല്ലോ ഇപ്പൊ വെടിക്കെട്ട് അപകടമൊക്കെ ഉണ്ടായതിന്റെ ആ ഒരു മാനസികമായി നമുക്ക് അത്രത്തോളം ഒരു പൂരം അങ്ങ് ആഘോഷിക്കാൻ കഴിഞ്ഞില്ലേ എന്നൊക്കെ പുറത്തുനിന്ന് തൃശ്ശൂരിനെ നോക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷെ ആരായിരിക്കും യഥാർത്ഥത്തിൽ നാളെ റിസൾട്ട് വരുന്നതോടുകൂടി വമ്പൻ വെടിക്കെട്ട് നടത്താൻ പോകുന്നത്, വമ്പൻ പൂരം ആരായിരിക്കും ആഘോഷിക്കുക എന്നുള്ളതാണ് അറിയാൻ പോകുന്നത്. അപ്പോൾ ഈ കണക്കുകൾ നോക്കണം. 2021 തൃശ്ശൂരിലുള്ള ആകെയുള്ള 13 സീറ്റുകളിൽ 12ഉം LDF-നൊപ്പമാണ്. LDF-ന് വലിയ വിജയം കാഴ്ചവെക്കാൻ പറ്റിയൊരു ജില്ലയാണ് തൃശ്ശൂർ. നോക്കൂ, ചാലക്കുടി മാത്രമാണ് UDF-നുണ്ടായിരുന്ന ഒരേ ഒരു സീറ്റ് എന്ന് പറയുന്നത്. ചാലക്കുടി മാത്രമാണ് നേടിയിട്ടുള്ളത്. അതാണ് നിലവിലെ സിറ്റിംഗ് നില എന്ന് പറയുന്നത്. ഇതിന് എന്ത് മാറ്റം സംഭവിക്കുമെന്നുള്ളതാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് 4ഓ 5ഓ മണ്ഡലങ്ങളിൽ കടുത്ത പോരാട്ടം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃശ്ശൂരാണെങ്കിലും ഒല്ലൂരാണെങ്കിലും മണലൂരാണെങ്കിലും വടക്കാഞ്ചേരി, ഇതൊക്കെ ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ പേരുകളെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചിട്ടുള്ളത് നോക്കൂ. ആകെ 13 സീറ്റിൽ നമ്മൾ തദ്ദേശ കണക്കുകൾ വെച്ച് നോക്കുകയാണെങ്കിൽ LDF-ന് 11, UDF-ന് 2. അതായത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-ന് വലിയ ക്ഷീണം കൊടുത്തിട്ടില്ല തൃശ്ശൂർ ജില്ലയിൽ എന്ന് തന്നെ വേണം പറയാൻ. പലയിടത്തും വമ്പൻ പരാജയം ഏറ്റുവാങ്ങിയപ്പോൾ തൃശ്ശൂർ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ LDF-നൊപ്പം തന്നെ നിൽക്കുകയായിരുന്നു. 11 ഇടങ്ങളിൽ ആ ഒരു സാധ്യത കണ്ടു. UDF-നാണെങ്കിൽ ഒരു തളർച്ചയുണ്ട് തൃശ്ശൂർ ജില്ലയിൽ. പക്ഷേ ഈ ഒരു ട്രെൻഡ് ഉണ്ട്, ഈ ഒരു തരംഗത്തിലെല്ലാം മാറി മറിയുമെന്ന് UDF പറയുമ്പോൾ എന്ത് സംഭവിക്കും തൃശ്ശൂരിൽ എന്നുള്ളതാണ് നോക്കുന്നത്. പ്രത്യേകിച്ച് തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെയുള്ള പോരാട്ടമൊക്കെ അത് വലിയ പോരാട്ടമാണ് നടക്കാൻ പോകുന്നത്. എന്തും സംഭവിക്കാം, അല്ലേ? അതാണ്, എന്തും സംഭവിക്കാമെന്നതാണ്. ജെയ്സൺ ചാമോളപ്പിലുണ്ട്. ജെയ്സൺ ഇത്രയധികം തെരഞ്ഞെടുപ്പുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം, പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ഏതൊക്കെ മണ്ഡലങ്ങൾ മാറി മറിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്? എന്താണ് ജെയ്സന്റെ ഒരു പ്രഡിക്ഷൻ? വിനീത, ഫ്ലോറിലുള്ള എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഏതായാലും നാളെ സമയമാകുമ്പോഴേക്കും കാര്യങ്ങൾക്കൊരു തീരുമാനമാകും. അക്കാര്യത്തിൽ ആർക്കും സംശയമൊന്നുമില്ല. പ്രധാനമായും കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളെ നാം വിലയിരുത്തുമ്പോൾ 12 സീറ്റുകൾ നേടിയ LDF കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും വലിയ ആധിപത്യം നിലനിർത്തിയ ജില്ലയാണ് തൃശ്ശൂർ. അതായത് LDF-ന്റെ ഏറ്റവും ശക്തി കേന്ദ്രങ്ങളിലൊന്ന് എന്ന് LDF നേതൃത്വം വിലയിരുത്തുന്ന ജില്ല. ഈ LDF പ്രധാനമായി ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പ്രധാനമായും മുന്നോട്ട് വെച്ച 3-4 ജില്ലകളിലൊന്ന് തൃശ്ശൂരായിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച 12 എന്ന നമ്പറിലേക്ക് ഇത്തവണ എത്താൻ കഴിയുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതേസമയം 1-ൽ നിന്ന് എത്ര ഉയർത്താൻ കഴിയുമെന്ന ശ്രമമാണ് ഇപ്പോൾ UDF നടത്തുന്നത്. ഏതായാലും ഇതൊക്കെ സംബന്ധിച്ച തീരുമാനമൊക്കെ ആയി കഴിഞ്ഞിട്ട് നാളെ എണ്ണുകയേ വേണ്ടൂ. UDF-ന്റെ കണക്ക് ആദ്യം നമുക്ക് പരിശോധിക്കാം. UDF പ്രധാനമായും 3 സീറ്റുകൾ, തൃശ്ശൂർ, അതുപോലെ തന്നെ മണലൂര്, ചാലക്കുടി, ഇത് 3ഉം ഉറപ്പിച്ച മട്ടാണ്. ബാക്കിയെല്ലാം ഒരു ഒഴുക്കിൽ ഇങ്ങോട്ട് വരുമെന്ന പ്രതീക്ഷയിലാണ്. ഏതായാലും 5-ലധികം സീറ്റ് UDF ലഭിക്കുമെന്ന പ്രതീക്ഷ വയ്ക്കുന്നാൽ 10-ൽ കുറയാതെ സീറ്റ് പിടിക്കുമെന്ന ആത്മവിശ്വാസമാണ് LDF-ന് ഇപ്പോഴുള്ളത്. 12 കണ്ട 11 ഇളകാതെ നിൽക്കുന്ന 11 മണ്ഡലങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് തന്നെയാണ് LDF നിൽക്കുന്നത്.